ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ യു കെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു യു കെയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒരു മെത്തേഡായിരുന്നു നമുക്ക് UK-NARIC വെച്ചുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ കാലയളവിൽ വളരെയധികം ആപ്ലിക്കൻറ്റിൻ്റെ UK-NARIC സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷന് എവിഡൻസ് ആയിട്ട് വെച്ചപ്പോൾ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് മതിയായ എവിഡൻസ് ഇല്ല. അവരുടെ റിസർച്ച് അല്ലെങ്കിൽ ഡിഗ്രി ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അവർ പഠിച്ചതെന്നുള്ള എവിഡൻസ് ഇല്ലാത്തത് കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ UK-NARIC വെച്ചുള്ള സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ PR ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയി അവരോട് SELT സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി അതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. 2025 UK ഗവൺമെൻറ്റിൻ്റെ ഒരു എയിമാണ് നമ്മുടെ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ആപ്ലിക്കേഷൻസും ഹോം ഓഫീസ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രിക്റ്റിലാണ് അവർ ഓരോ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ SELT സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കണക്കിലെടുത്ത് SELT ലാംഗ്വേജ് ടെസ്റ്റ് സെൻറ്ററുകളുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. അതുപോലത്തെ വേറൊരു അപ്ഡേറ്റ് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ എക്സ്പയർഡ് BRP വെച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ UK സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് SELT. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി പ്ലീസ് ഫോളോ us. താങ്ക് യു.